പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി സൺഡേ. ഹായ്. എന്തൊക്കെയാ വിശേഷങ്ങള്? കുഴപ്പമില്ല, കാര്യങ്ങൾ നന്നായി പോകുന്നു. രാവിലെ എന്താ പരിപാടി? രാവിലെ ഇവിടെ ഓഫീസിലാണല്ലോ, റൗണ്ട് അപ്പ് വരാനുണ്ട്. ഓക്കെ. ഞാൻ മറ്റേ ചോദ്യം ചോദിക്കാൻ പാടില്ല, വൈകിട്ട് എന്താ പരിപാടി, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ആക്കിയത്. ഒരു ചേഞ്ച് വേണമല്ലോ. പിന്നെ ഉച്ച കഴിഞ്ഞ ഒരു കാര്യം ഓർപ്പിക്കാൻ പറഞ്ഞു. ഇന്ന് പി ജെയിംസിന് വളരെ താല്പര്യമുള്ള ഒരു കാര്യമുണ്ട്. ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് വേൾഡ് റൗണ്ട് അപ്പ് ഉണ്ട്. അതെ, അതിന്റെ പണിപ്പുരയിലാണ്. ഓക്കെ, ആ റൗണ്ട് അപ്പ് എല്ലാവരും കാണണം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ചില ക്യാപ്സൂൾസ് ഒക്കെ അതിലുണ്ട്. ഇനി നമ്മുടെ വാർത്തയിലേക്ക്. ഒരുപക്ഷെ നമ്മളെയൊക്കെ ഒരിക്കൽ കൂടി കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. കാരണം ഗസയിൽ പട്ടിണി മൂലം മനുഷ്യരിങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുകയാണ്. ഒപ്പം തന്നെ ഭക്ഷണം കാത്തു നിന്നവർക്ക് നേരെ വെടിവെയ്പ്പ് നടക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേലി ടാങ്കുകളുടെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇസ്രായേലി ടാങ്കുകൾ ഗസ സിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. 60,000 റിസർവ് സേനയോട് റെഡിയായിട്ട് നിൽക്കാൻ ഇസ്രായേൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സൈന്യം ഗസയിൽ കയറുകയാണ്. ഈ പട്ടിണിക്കോലങ്ങളായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് മേലെ വിശന്ന് പൊട്ടിയ വയറുകൾക്ക് നേരെയാണ് ഭക്ഷണം കാത്തു നിൽക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നത്. അതുകൂടാതെയാണ് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ ഈ പട്ടിണിക്ക് മേലാണ് ഉരുളുന്നത്. അപ്പോൾ ആ തരത്തിൽ അതിക്രൂരമായ രീതിയിലാണ് ഗസയിൽ ഈ ആക്രമണം നടക്കുന്നത്. ഇതേക്കുറിച്ച് ഇസ്രായേൽ തന്നെ പറയുന്നത്, നിങ്ങൾ കീഴടങ്ങിക്കൊള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ നരകവാതിലുകൾ തുറക്കുന്നതാണ്. ഹെൽ ഓഫ് ഹെല്ലിൻ്റെ വാതിലുകൾ തുറക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SKN. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ മണിക്കൂറുകളിൽ മാത്രം 40ഓളം പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 62,692 പേർ ഈ മണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റുകൾ വരെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ നമ്പറുകൾ പറയുന്ന SKN, ഇത് ഒരു നമ്പറല്ല, ഇത് മരിക്കുന്നവരുടെ പട്ടികയാണ്, ജീവനുകളാണത്. 62,692 പാലസ്തീനികൾ 22 മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ന് 40 പേർ കൂടി ആ നമ്പറിലേക്ക് ചേരുന്നു, 40 ജീവനുകൾ കൂടി. അതിനിടയിലാണ് ഈ പട്ടിണി മരണവും. ഇതിനൊക്കെ കൂടാതെ SKN അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 300ഉം 400ഉം വെച്ചാണ് കെട്ടിടങ്ങൾ തകർക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി മാസങ്ങളായി കാണാതായ 12,000-ഓളം പേരുണ്ട്. അവരൊന്നും ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്കറിയാം. കാരണം മാസങ്ങൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നാൽ അസ്ഥികൂടങ്ങളല്ലാതെ ബാക്കിയൊന്നും കിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്നത് ഈ എല്ലുന്തി വയറൊട്ടി നിൽക്കുന്ന എന്താ പറയുക കുട്ടികളുടെ ചിത്രങ്ങളാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനില്ലാതെ അമ്മമാർ കരയുന്നതിൻ്റെ ചിത്രങ്ങളാണ്. ആ തരത്തിൽ അതീവ രൂക്ഷമാണ് പ്രശ്നങ്ങൾ. അതിനിടയിലാണ് ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളൊക്കെ എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ഇസ്രായേലിനെതിരെ ഉപരോധത്തിനുള്ള ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് പാസ്സായില്ല. അതിന്റെ പേരിൽ ഡച്ച് വിദേശകാര്യമന്ത്രി രാജിവെച്ചു എന്ന വാർത്ത കൂടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.